കഴിഞ്ഞ പ്രളയത്തിൽ തകർന്ന റോഡിന്റെ സംരക്ഷണ ഭിത്തിയുടെ പുനർനിർമ്മാണം ഇതുവരെയും പൂർത്തീകരിച്ചില്ല. ഓമശ്ശേരി ചോലക്കര ചക്കിക്കാവ് റോഡിന്റെ പ്രവൃത്തിയാണ് മന്ദഗതിയിലാവുന്നത്. 2019-20 റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 65 ലക്ഷം രൂപ അനുവദിച്ച ഓമശ്ശേരി പഞ്ചായത്തിലെ ചോലക്കര ചക്കിക്കാവ് റോഡ് കരാറുകാരന്റെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ കാരണം പണി ആരംഭിച്ച് 3 വർഷം പിന്നിട്ടിട്ടും പൂർത്തീകരിച്ചിട്ടില്ല. തകർന്ന ഭാഗത്ത് ഏതാനും ലോഡ് കരിങ്കൽ ഇറക്കിയിരുന്നെങ്കിലും കോൺക്രീറ്റ് നടത്തിയിരുന്നില്ല. ഇത് കാരണം ബുധനാഴ്ച പെയ്ത കനത്ത മഴയിൽ റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് വീണ്ടും പുഴയിൽ പതിച്ചു. ഇത് കാരണം റോഡും സമീപത്തെ വീടുകളും അപകട ഭീഷണി നേരിടുകയാണ്. നിരവധി വാഹനങ്ങളും 100 കണക്കിന് വിദ്യാർത്ഥികളും ദിവസേന കടന്നുപോകുന്ന വഴിയാണിത്. നിരന്തരം ബ്ലോക്ക് പഞ്ചായത്തായും സർക്കാരായും ഈ പറഞ്ഞ കോൺട്രാക്ടറെയൊക്കെ നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ട്. സർക്കാരിൻ്റെ ഒരു ഇതനുസരിച്ചും എയിൻ്റെയൊക്കെ ഉത്തരവനുസരിച്ചൊക്കെ തന്നെ അയാൾ വീണ്ടും കല്ലിറക്കിയിട്ട് പോകാമെന്നല്ലാതെ വേറൊരു പണിയെടുക്കാൻ തയ്യാറായില്ല. ഇവിടെ ഇപ്പം കല്ല് മൊത്തം ഡംപ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരംഭിച്ചിട്ടില്ല. ഇനിയും കല്ല് ഡംപ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വളരെ ഉച്ചകഴിഞ്ഞ രീതിയിലാണ് ഈ 3 വർഷം ഇയാൾ പണി മുന്നോട്ട് പോയത്. ഇതിൻ്റെ ഭാഗമായി ഓരോ കാലവർഷം വരുമ്പോൾ ഈ പറഞ്ഞ റോഡ് അപകടാവസ്ഥയിലാകുകയാണ്. ഒരു തരത്തിലേക്കും വാഹനങ്ങൾ പോകാത്ത രീതിയിലേക്ക് നിൽക്കുക മാത്രമല്ല, ഇവിടെ ഒരു KCBൻ്റെ ഒരു വലിയൊരു ട്രാൻസ്ഫോമറും തന്നെ അതിൻ്റെ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വലിയ അപകടാവസ്ഥയിലേക്കാണ് പോകുന്നത്. അത് വന്നു കഴിഞ്ഞാൽ വലിയ അപകടം സംഭവിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പണി പൂർത്തീകരിക്കാത്തത് കാരണം നാട്ടുകാർ നവകേരള സദസ്സിൽ പരാതി നൽകിയതിനെ തുടർന്ന് ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി റിപ്പോർട്ട് തയ്യാറാക്കുകയും അപകട ഭീഷണി നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്തതാണ്. കരാറുകാരനെയും ഉദ്യോഗസ്ഥരെയും സ്ഥലത്ത് വിളിച്ചുവരുത്തി ഉടൻ പണി പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തതാണ്. എന്നിട്ടും പണി പൂർത്തീകരിക്കാത്തത് കാരണമാണ് ബുധനാഴ്ചത്തെ കനത്ത മഴയിൽ റോഡിന്റെ ഒരു ഭാഗം തകർന്ന് പുഴയിൽ പതിച്ചത്. പണി പൂർത്തീകരിക്കാത്തത് കാരണം കരാറുകാരന് തുക നാട്ടുകാർ അറിയാതെ കൈമാറില്ലെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയിരുന്നെങ്കിലും നാട്ടുകാർ അറിയാതെ 10 ലക്ഷം രൂപ ഉദ്യോഗസ്ഥർ കൈമാറിയതായി പ്രദേശവാസികൾ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി.